വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, വിശുദ്ധമായ മുഹറം മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. മുഹറത്തിന്റെ ഏറ്റവും പവിത്രമായ 9, 10 താസുആ, ആശൂറാ ദിവസങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. മുഹറം മാസത്തിന്റെ പ്രത്യേകതകൾ ധാരാളം നമുക്കറിയാം. എന്നാൽ മുഹറം 9, 10, 11 നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്തുകളാണ്. ആ മുഹറത്തിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെറിയ രൂപത്തിൽ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മുഹറം എന്ന് പേര് വരാൻ തന്നെ ധാരാളം കാരണങ്ങളുണ്ട്. മഹത്തുക്കളായ ആളുകൾ പറയുന്നത് കാണാം. ഇമാം സയ്യിദുൽ ബക്കരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്ലീസിന് സ്വർഗം ഹറാമായ മാസം എന്ന അടിസ്ഥാനത്തിലാണ് മുഹറം എന്ന പേര് വന്നതെന്ന് ഇആനത്തു താലിബീൻ എന്ന കിതാബിൽ കാണാം. മഹാനായ ഇസ്മായിൽ ഹക്കി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ മാസത്തിൽ യുദ്ധം ഹറാമായി കണ്ടതിനാലാണ് മുഹറം എന്ന് പേര് വന്നത്. സ്വന്തം പിതാവിൻ്റെയോ മകന്റെയോ കൊലയാളിയെ മുഹറം മാസത്തിൽ കൊല്ലാനുള്ള അവസരം കിട്ടിയാൽ പോലും അവരുടെ അടുക്കൽ പോവുകയോ സംസാരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അത്രയും മഹത്തായ ഒരു മാസമാണ്. അതാണ് മുഹറം എന്ന പേര് വരാൻ കാരണം എന്ന് മഹത്തുക്കളായ ആളുകൾ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് നന്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഈ ദിവസങ്ങളെ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. അല്ലാഹു നന്മയാർജിച്ച ജീവിതം നയിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് നോമ്പ് പിടിക്കണം. അതോടൊപ്പം തന്നെ മുഹറത്തെക്കുറിച്ച്, ആശൂറായിൻ്റെയും താസുആയിൻ്റെയും പവിത്രതകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ആശൂറ നോമ്പിന്റെ പവിത്രതകളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. സിയാമു യൗമി അറഫത അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു വസനതല്ലതി ബഅദഹു വസിയാമു യൗമി അശൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു. അറഫാ ദിനത്തിലെ നോമ്പ് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് ഞാൻ കണക്കാക്കുന്നു. നിബിതങ്ങൾ പറയാണ്, ആശൂറാ ദിനത്തിലെ നോമ്പാകട്ടെ അത് കാരണം കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് ഞാൻ കണക്കാക്കുന്നു. ഇമാം സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുപോലെ കാണാം, ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കണക്കാല, മാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറാ സിയാമ യൗമിൻ ഫളലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗമ യൗമ ആശൂറാ വഹാദ ശഹ്റ യഅനി ശഹ്റ റമളാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങേയറ്റത്തെ താല്പര്യത്തോടെ മറ്റുള്ളവയേക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ദിവസം നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന ദിവസം ഒഴികെ, അതായത് ആശൂറാ ദിവസമാണ്, ഇന്ന മാസം ഒഴികെ, അതായത് റമളാൻ മാസമാണ്. ഇത്രയും മഹത്തായ ഒരു നോമ്പാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഒരാളും നോമ്പ് പിടിക്കാതിരിക്കരുത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന മറ്റെല്ലാ ശ്രേഷ്ഠതകളും ആശൂറാ നോമ്പിനുണ്ട് എത്രേ. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല സമീഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹി അത്രയും മഹത്തമായ ഒരു ദിവസം നോമ്പ് വിളിച്ചാൽ, അത് ആശൂറാ നോമ്പിനാവുമ്പോ തസ്വാവും കൂടി പിടിക്കും, അത്രയും മഹത്വം നമുക്ക് ലഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് പിടിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആശൂറാ പിടിക്കുമ്പോൾ തസ്വാ കൂടി പിടിക്കണോ വേണ്ടേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറാ ദിവസം നോമ്പ് നോൽക്കുകയും ആ ദിവസത്തിൽ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തപ്പോൾ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അത് ജൂത ക്രൈസ്തവർ മഹത്വൽക്കരിക്കുന്ന ദിനമല്ലേ നബിയേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നാം 9-ാം ദിവസം കൂടി നോമ്പെടുക്കും എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി? ജൂത ക്രൈസ്തവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നമ്മൾ നോമ്പെടുക്കണം. പക്ഷേ അടുത്ത വർഷം കടന്നു വരുമ്പോഴേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് നബി തങ്ങൾ അതിന് സമ്മതം നൽകിയത് കൊണ്ടാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നത്. ഒരാൾ 9-ന് പിടിക്കാൻ പറ്റില്ലെങ്കിൽ അതിനെതിരായി എന്നുള്ള നിലക്ക് 11-ന് പിടിക്കാം. ഈ രൂപത്തിൽ നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മുഹറത്തിലെ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടുന്നത് ചെറുപാപങ്ങളാണ്. ഇമാം നവവി
തങ്ങൾ പറയുന്നത് കാണാം. അറഫാ ദിനത്തിലെ നോമ്പ് 2 വർഷങ്ങളിലെ പാപങ്ങൾ പൊറുക്കുന്നു. ആശുറായിലെ നോമ്പ് 1 വർഷത്തെ പാപം പൊറുക്കുന്നു. ഒരാളുടെ ആമീൻ പറയൽ മലായിക്കത്തിന്റെ ആമീൻ പറയലിനോട് ചേർന്ന് വന്നാൽ അവന്റെ കഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നു. ഈ പറഞ്ഞവയെല്ലാം പാപമോചനത്തിന് കാരണങ്ങളാണ്. ഒരാൾക്ക് ചെറുപാപങ്ങളുണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടുന്നു. ചെറുപാപങ്ങളോ വൻപാപങ്ങളോ ഇല്ലെങ്കിൽ അവ അവന് നന്മയായി രേഖപ്പെടുത്തപ്പെടുകയും അവന്റെ പദവികൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഒരാൾക്ക് ചെറുപാപങ്ങളൊന്നുമില്ല, വൻപാപങ്ങൾ മാത്രമാണുള്ളതെങ്കിൽ ആ വൻപാപങ്ങളുടെ പാപഭാരം ആ നോമ്പ് കാരണത്താൽ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മജ്മൂഇൽ പറയുന്നത് കാണാം. അതുപോലെ തന്നെ മഹത്തുക്കൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളെ നമുക്ക് ഏറ്റെടുക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി പറയാനുള്ളത് മുഹറം ആശുറാ ദിവസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഒരുപാട് ദിക്റുകൾ മഹത്തുക്കൾ പറഞ്ഞത് കാണും. 70 പ്രാവശ്യം മുഹറം 10-ന്റെ അന്ന് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് ചൊല്ലണം. അതുപോലെ 70 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ചൊല്ലണം. അതുപോലെ 300 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അൻതൽ അലിയുൽ അലാ ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ വമാ തഹത الثرى اللهم ارزقني كمال الحسنى وسعادة العقبى وخير الآخرة والأولى എന്ന് ചൊല്ലണം. അതുപോലെ മഹത്തുക്കൾ പറഞ്ഞത് കാണാം. 1000 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അദീം യാദുൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇൽ ദുനൂബി വൽ ആസാം. അതുപോലെ മഹത്തുക്കൾ രേഖപ്പെടുത്തിയത് കാണാം. 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയും അതിനുശേഷം അല്ലാഹുമ്മ ഖസിർ ശഹവതി അൻ കുല്ലി മുഹറമിൻ വ അസ്രി ഹർസി അൻ കുല്ലി മഅസമിൻ വ അംനഅനി അൻ അദാ കുല്ലി മുസ്ലിമിൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നതായി നിഹായത്തുസ് സൈനിൽ ഉദ്ധരിക്കുന്നതാണ്. ആശുറാ ദിനത്തിൽ ഈ പറയുന്ന പ്രാർത്ഥന നടത്തിയാൽ അവന്റെ ഹൃദയം മരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദുആ പറയുന്നത് കാണാം. കേൾക്കുന്നവർ കേട്ട് പഠിച്ച നന്നായിരുന്നു. സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാൻ വ മുൻതഹൽ ഇൽമി വ മബ്ലഅൽ റിളാ വ അദദൻ നിഅമി വ സിനത്തുൽ അർശി വൽഹംദുലില്ലാഹി മിൽഅൽ മീസാൻ വ മുൻതഹൽ ഇൽമി വ മബ്ലഅൽ റിളാ വ അദദൻ നിഅമി വ സിനത്തുൽ അർശി ലാ ഇലാഹ ഇല്ലല്ലാഹ് മിൽഅൽ മീസാൻ വ മുൻതഹൽ ഇൽമി വ مبلغ الرضا وعدد النعم وزنة العرش الله أكبر ملء الميزان ومنتهى العلم ومبلغ الرضا وعدد النعم وزنة العرش لا حول ولا قوة إلا بالله ملء الميزان ومنتهى العلم ومبلغ الرضا وعدد النعم وزنة العرش لا ملجأ ولا منجا من الله إلا إليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات الحمد لله عدد الشفع والوتر وعدد كلمات الله التامات لا إله إلا الله عدد الشفع والوتر وعدد كلمات الله التامات الله أكبر عدد الشفع والوتر وعدد كلمات الله التامات لا حول ولا قوة إلا بالله عدد الشفع والوتر وعدد كلمات الله التامات حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا. ഈ പ്രാർത്ഥന നടത്തിയാൽ ആ വർഷം അവൻ മരിക്കുകയില്ലെന്നും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഖളാഇൽ അവൻ മരിക്കുമെന്നുണ്ടെങ്കിൽ ആ വർഷം ഈ പ്രാർത്ഥന നടത്താൻ അവനെ അല്ലാഹു തോന്നിപ്പിക്കുകയില്ലെന്നും ചില സൂഫിയാക്കളെ തൊട്ട് ആശിയത്തുൽ ജമൽ പോലുള്ള കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇത് നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.